Hey, my dear beautiful souls, welcome back to my channel Arcana Studio 777. ഓക്കെ, ഈ ഒരു ടൈമിൽ ഈ ഒരു ദിവസം നിങ്ങളുടെ മോർണിംഗ് ലവ് ബ്ലെസ്സിങ്സ് എന്താ നോക്കാം. ഓക്കെ, നിങ്ങൾ ഏത് വൈബ്രേഷനിലാണ് ഉണ്ടാകുക റിലേഷൻഷിപ്പിലെന്ന് നോക്കാം. ഓക്കെ, നോക്കാം നിങ്ങളുടെ കറന്റ് എനർജി. നിങ്ങൾ എന്തിലാണ് കൂടുതൽ ഫോക്കസ്ഡ് ആകേണ്ടത് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്? യൂണിവേഴ്സ് എന്ത് ഗൈഡൻസ് ആണ് നൽകുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, ഈ ഒരു ദിവസം നിങ്ങളുടെ റിലേഷൻഷിപ്പ് എനർജി കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യാം. ഓക്കെ, ചെറിയ ചെറിയ പിണക്കങ്ങളൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ടാവാം. ഒരു എന്താ പറയുക, ഒരു ചലഞ്ചിങ് മോഡായിട്ടൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം. വേണ്ടായിരുന്നു എന്നൊക്കെ തോന്നുന്ന ഒരു രീതിയിലുള്ള ഒരു എനർജി നിങ്ങളുടെ പാസ് ചെയ്ത് പോവാം. ഓക്കെ, എന്ത് തന്നെയായാലും നിങ്ങൾ വളരെ ചിന്തിച്ചു മാത്രം ഓരോ എപ്പോഴും അങ്ങനെയാണ് നമ്മൾ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ പിന്നെ നമുക്ക് തിരിച്ചെടുക്കാനോ എന്ത് ചെയ്യാനോ ഒന്നും പറ്റില്ല, മാറ്റാനോ ഒന്നും കഴിയില്ല നമുക്ക്. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നിങ്ങളുടെ ബുദ്ധി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. യൂസ് യുവർ ബ്രെയിൻ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് വേണം നിങ്ങൾ എന്തിനോടും ഈ ഒരു ദിവസം പ്രതികരിക്കാൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് റിലേഷൻഷിപ്പിനാണ് നമ്മൾ നോക്കുന്നത്. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള അല്ലെങ്കിൽ ആ പേഴ്സൻ്റെ അടുത്തൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് കൺട്രോൾഡ് ആകുക. കാരണം ഇന്ന് വളരെ ഒരു ചലഞ്ചിങ് ഡേ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്തിരിക്കാം, കുറച്ച് പേർക്കെങ്കിലും. സോ ഒന്ന് അവെയർ ആയിരിക്കുക. ഓക്കെ, അതുപോലെ ഗൈഡൻസ് ആയിട്ട് വരുന്നത് നമുക്ക് ഒരു ഡെവിൾ കാർഡാണ്. സോ ഒരു നെഗറ്റീവ് തോട്ട്സ് ഒക്കെ നിങ്ങളുടെ ഉള്ളിലുണ്ടാകാം. ഓക്കെ, ഒരുപാട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇനി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു നെഗറ്റീവ് തോട്ട്സിന്റെ ഇൻഫ്ലുവൻസ് നിങ്ങളെ ബാധിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പേഷ്യൻസ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. സോ കുറച്ച് ക്ഷമയോടുകൂടി ഇരിക്കുക എന്നുള്ളതാണ്. കാരണം നമ്മൾ എടുത്തു ചാടി പറയുന്നതും ചെയ്യുന്നതും ഒക്കെ പിന്നെ നമുക്ക് തന്നെ റിഗ്രറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായേക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഒരു എനർജി കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലെല്ലാം നിങ്ങളൊന്ന് അലേർട്ടായിരിക്കുക എന്നുള്ളതാണ്. ടാരോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭാവി പ്രവചനമല്ല, ഒരു ഗൈഡൻസ് ആണ്. സോ നമുക്കൊരു ഡെബിൾ കാർഡ് വരുമ്പോൾ ഇന്നത്തെ ദിവസം ലവ് എനർജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ് അന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ ഗൈസ്, ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ.